ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെയെങ്കിലും ഒരു കൂട്ട് കിട്ടും. രണ്ട് ടീമും ചെന്നൈക്കെതിരെയാണ് പരാജയപ്പെട്ടതെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. രണ്ട് ടീമുകളും പരാജയപ്പെട്ടത് 3-2 എന്ന് പറയുന്ന ഒരു സ്കോറിലാണ്. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അബീബ് അഷ്റഫ് ആൻഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫുഡ് ആൻഡ് ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISL ചാമ്പ്യന്മാരെ അറിയാൻ ഇനി വെറും ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. രണ്ട് ടീമുകൾ നാളെ മുംബൈയിലെ സ്പോർട്സ് അരീനയിൽ ഏറ്റുമുട്ടുമ്പോൾ ISL 5ാം സീസണിലെ വിജയെ നമുക്ക് നാളെ അറിയാം. ഇരു ടീമുകളും 18 മത്സരങ്ങളിൽ നിന്ന് 34 പോയിൻറ്റോട് കൂടിയാണ് ലീഗ് ഘട്ടത്തിൽ ഫിനിഷ് ചെയ്തത്. അതിൽ 10 വിജയവും 4 സമനിലയും 4 ഡ്രോകളുമാണ് ഇരു ടീമുകളും നേടിയിട്ടുള്ളത്. നമുക്ക് ഇരു ടീമുകളിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ടീമുകളിലും ഒരു സ്പാനിഷ് ഫ്ലേവറാണുള്ളത്. രണ്ട് ടീമുകളുടെ മുഖ്യ പരിശീലകനായിട്ടുള്ളത് ഒരു സ്പാനിഷ് കോച്ചാണ്. രണ്ട് ടീമിലെ കോച്ചുമാരും ഒരു യുവ കോച്ചുമാരാണ് താരതമ്യേന. ഏതായാലും ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഗോവയുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും അഡ്വാൻറ്റേജും അത് തന്നെയാണ്. ഫോറിൻ പ്ലേയേഴ്സാണ് അവരുടെ ഏറ്റവും കീ പ്ലേയേഴ്സ് ആയിട്ടുള്ളത്. ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം കൂടിയാണ് FC ഗോവ. PFCയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പൊസഷൻ വെച്ച് കളിക്കുന്ന ഒരു ഫുട്ബോളാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ വട്ടം ആൽബർട്ട് റോക്കയുടെ കീഴിലുണ്ടായിരുന്ന ഒരു കോച്ച് തന്നെയാണ് കാർലെസ് കൂഡ്രേറ്റ്. അന്ന് അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഹെഡ് കോച്ചായിട്ട് പ്രൊമോഷൻ കിട്ടി വന്നാണ്. എന്നിരുന്നാലും ആ ഒരു സ്റ്റൈലൊക്കെ തന്നെയാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഒരു പൊസഷൻ ഫുട്ബോൾ അതൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ടീമാണ് ഗോവ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സീസണിൽ ഗോൾ അടിച്ച ടീം കൂടിയാണ് ഗോവ. 41 ഗോളുകളാണ് ഈ ഒരു സീസണിൽ FC ഗോവ അടിച്ചിരിക്കുന്നത്. ബംഗളൂരു FC ആണ് തൊട്ട് താഴെയുള്ള 33 ഗോളുകളും അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടോപ്പ് സ്കോർ ഗോൾഡൻ ബൂട്ട് റണ്ണിൽ ഏറ്റവും മുന്നിൽ ഉള്ള താരം 16 ഗോളുകളുമായിട്ട് ഫെറാൻ കൊറോമിനസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയാണ്. 7 അസിസ്റ്റുകളും അദ്ദേഹം ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബോൾ റേസിലും അദ്ദേഹം തന്നെ മുന്നിലുണ്ട്. കാരണം അർണോൾഡ് ഡിസോക്ക മാത്രമാണ് അസിസ്റ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ബംഗളൂരു FCയിലേക്ക് വരുമ്പോഴത്തേക്കും ബംഗളൂരുവിൻ്റെ ടോപ്പ് സ്കോറർ ഇന്ത്യൻ നായകനും BFCയുടെ നായകനും കൂടിയായിട്ടുള്ള സുനിൽ ഛേത്രിയാണ്. 9 ഗോളുകളാണ് ഈ സീസണിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. ലീഗ് ഘട്ടത്തിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ 2 മത്സരവും ബംഗളൂരു തന്നെയായിരുന്നു വിജയിച്ചത്. ഗോവയിൽ ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിൽ 2-1 ബംഗളൂരു ജയിച്ചതെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ 3-0 FC ഗോവയെ ബംഗളൂരു FC പരാജയപ്പെടുത്തിയത്. കാരണം ഇത്രയും അറ്റാക്കിംഗ് ഫുട്ബോൾ, അത് ഗോളടിക്കാത്ത മത്സരങ്ങൾ വളരെ ചുരുക്കമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ FC ഗോവയുടെയും ഈ സൂപ്പർ ലീഗിലെയും ടോപ്പ് സ്കോററായ ഫെറാൻ കൊറാമിനാസ് ബംഗളൂരു FCക്കെതിരെ ഈ സീസണിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും പായിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും 5 കീ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് FC ഗോവയിലേക്ക് വരാം. FC ഗോവയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു താരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫെറാൻ കൊറാമിനാസ് തന്നെയാണ്. അദ്ദേഹം ഗോൾ സ്കോറിങ്ങിലാണെങ്കിലും അസിസ്റ്റിങ്ങിലാണെങ്കിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന താരമാണ്. കഴിഞ്ഞ വർഷം ഒരു ഗോൾ സ്കോറർ എന്നുപരിയാണ് അദ്ദേഹം ഏറ്റവും ശ്രദ്ധ നേടിയെങ്കിൽ ഇത്തവണ അദ്ദേഹം അസിസ്റ്റിൻ്റെ കാര്യത്തിലും വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഏറ്റവും കീ ആയിട്ടുള്ള അവരുടെ ഒന്നാമത്തെ പ്ലെയർ. പിന്നെയുള്ള താരമാണ് എഡു ബേഡിയ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ലാൻസറോട്ടെ പോയതിനു ശേഷം ആ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു താരമാണ് എഡു ബേഡിയ. പിന്നെ ഉള്ള ഒരു താരമാണ് അഹമ്മദ് ജാഹു. ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ വളരെ നന്നായിട്ട് ഏറ്റവും കൂടുതൽ പാസസ് കഴിഞ്ഞ സീസണിലായിട്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ പാസസ് എല്ലാം കൊടുത്തൊരു താരം തന്നെയാണ് ഈ മൊറോക്കൻ താരം. പിന്നെ താരം എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള ബ്രണ്ടൻ ഫെർണാണ്ടസ് ആണ്. ഒരു ഇന്ത്യൻ താരമാണ്. ഒരു നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു താരമാണ്. ഗോളുകൾ അടിക്കുന്ന താരമാണ്. അസിസ്റ്റ് നടക്കുന്ന താരമാണ്. അദ്ദേഹം ഈ ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു താരമാണ്. മറ്റേ 5ാമത്തെ താരം എന്ന് പറഞ്ഞാൽ മൊർത്തദോ ഫോൾ ആണ്. ഡിഫൻഡറാണ്, സെൻട്രൽ ബാക്കാണ്. കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നെങ്കിലും പലപ്പോഴും ക്ലീൻ ഷീറ്റ് ഒന്നും നേടാൻ സാധിച്ചില്ല. ഡിഫൻസ് പൊട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീസണിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു താരം വന്നതാണ് സെനഗലീസ് ഇൻ്റർനാഷണൽ താരമായിട്ടുള്ള മുൻ സെനഗലീസ് ഇൻ്റർനാഷണൽ താരമായിട്ടുള്ള മൊർത്തദ ഫോൾ. അദ്ദേഹം 4 ഗോളുകളും ഈ സീസണിലുടനീളം നേടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് FC ഗോവയുടെ 5 കീ പ്ലേയേഴ്സ്. ഇനി ബംഗളൂരു FCയുടെ 5 കീ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ താരം നമുക്കറിയാം, പ്രധാനപ്പെട്ട താരമാണ്, ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സുനിൽ ഛേത്രി. 9 ഗോളുകളാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ നേടിയത്. രണ്ടാമത്തെ താരം മിക്കു ആണ്. മിക്കു ഈ സീസണിൽ 5 ഗോളുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. കഴിഞ്ഞ സീസണിൽ ബംഗളൂരുവിൻ്റെ ടോപ്പ് സ്കോററായിരുന്നു. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് പരിക്കുകളൊക്കെ കൊണ്ട് തന്നെ കുറച്ച് മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു താരമാണ് ഉദാന്ത സിംഗ്. ഉദാന്ത സിംഗിൻ്റെ എസ്പെഷ്യലി കഴിഞ്ഞ ഒരു
സെമി ഫൈനൽ മാച്ചസിലെ പെർഫോമൻസ് ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അദ്ദേഹം ഈ സീസണിലുടനീളം മികച്ച പെർഫോമൻസാണ് നടത്തിയത്. 5 ഗോളുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് താരമാണ് ഗുർപ്രീത് സിംഗ് സന്ധു, ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഗോൾ കീപ്പറാണ്. ഇപ്പോൾ ബംഗളൂരു FC വേണ്ടി മികച്ച പ്രകടനമാണ് നടത്തുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരമാണ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന നിഷു കുമാർ ഈ സീസണിലാണ് ബംഗളൂരുവിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറായി മാറിയത്. ഒരു ഇന്ത്യൻ പ്ലെയറാണ് അദ്ദേഹം. ഒരു മികച്ച പെർഫോമൻസാണ് ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈനലിൽ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം 2 ടീമുകളും ഫൈനൽ കളിച്ചവരാണ് ഇതിനു മുമ്പ് ISL. കഴിഞ്ഞ സീസണിൽ BFC ഫൈനൽ കളിച്ചെങ്കിൽ അതിന് മുമ്പ് 2015 സീസണിലാണ് ഗോവ കളിച്ചത്. 2 ടീമുകളും ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നു. 2 ടീമുകളും അവരുടെ സ്വന്തം നാട്ടിലാണ് പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. 2015 ഗോവ പരാജയപ്പെട്ടപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ബംഗളൂരു FC ബംഗളൂരുവിലെ കന്തിരവ സ്റ്റേഡിയത്തിലാണ് പരാജയപ്പെട്ടത്. 2 ടീമും ചെന്നൈക്കെതിരെയാണ് പരാജയപ്പെട്ടതെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 2 ടീമുകളും പരാജയപ്പെട്ടത് 3-2 എന്ന് പറയുന്ന ഒരു സ്കോറിലുമാണ്. മാത്രമല്ല ഈ ഒരു മത്സരം ആര് പരാജയപ്പെട്ടാലും 2 വട്ടം ഫൈനലിൽ തോറ്റ ടീമെന്ന രണ്ടാമത്തെ ടീമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ആ ഒരു ക്ലബിലേക്ക് അവർ ചേരുമെന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഫൈനലിൻ്റെ പ്രത്യേകതകൾ. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെയെങ്കിലും ഒരു കൂട്ട് കിട്ടും. ഇനി നമുക്ക് 2 ടീമുകളുടെയും സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാണെന്ന് നോക്കാം. FC ഗോവയിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഗോൾ കീപ്പറായിട്ട് നവീൻ കുമാർ ആയിരിക്കും ഗോൾ വല കാക്കുന്നത്. ഇപ്പോൾ മികച്ച പെർഫോമൻസ് ആണ് നടത്തുന്നത്. റൈറ്റ് ബാക്ക് പൊസിഷനിൽ സെർട്ടൻ ഫെർണാണ്ടസ് ആയിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മന്ദർറാവു ദേശായി ആയിരിക്കും കളിക്കുന്നത്. ഇനി സെൻറ്റർ ബാക്ക് പൊസിഷനിൽ 2 ഫോറിൻ പ്ലേയേഴ്സാണ്, മൊർത്തദോ ഫോളും അതുപോലെ തന്നെ കാർലോസ് പീനയും. അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് നടത്തുന്നത്. ഇനി സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിൽ അഹമ്മദ് ജാഹു, ലെനി റോഡ്രിഗസ് എന്നിവരായിരിക്കും കളിക്കുന്നത്. ഇനി ലെഫ്റ്റ് വിങ്ങിൽ ബ്രണ്ടൻ ഫെർണാണ്ടസും റൈറ്റ് വിങ്ങിൽ ജാക്കി ചന്ദും സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിൽ എഡു ബേഡിയയും ഏക സ്ട്രൈക്കറായിട്ട് ഫെറാൻ കൊറാമിനാസ് ആയിരിക്കും കളിക്കുന്നത്. 4-2-3-1 എന്നൊരു ഫോർമേഷനിലായിരിക്കും ഈ ടീം ഇറങ്ങുന്നത്. 4-2-3-1 എന്ന് പറയുന്ന അതേ ഫോർമേഷനിലായിരിക്കും ബംഗളൂരു FC ഇറങ്ങുന്നത്. ഗോൾ കീപ്പറായിട്ട് ഗുർപ്രീത് സിംഗ് സന്ധുവും, റൈറ്റ് വിങ്ങിൽ രാഹുൽ ബെക്കെ, ലെഫ്റ്റ് വിങ്ങിൽ നിഷു കുമാറും, സെൻറ്റർ ബാക്സായിട്ട് 2 സ്പാനിഷ് താരങ്ങളാണ്. ഗോവയുടെ അതുപോലെ തന്നെ 2 വിദേശ സെൻറ്റർ ബാക്കുകൾ ആൽബർട്ട് സെറാനും അതുപോലെ തന്നെ ജുവാനാനും ആയിരിക്കും കളിക്കുന്നത്. ഇനി സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് എന്ന റോളിൽ ആൻഡ്രേ ബെറേര ആയിരിക്കും. ഇപ്പോൾ എറിക് പാർത്താലുവിന് പോയതിന് ശേഷം വന്ന താരമാണ്, അദ്ദേഹമായിരിക്കും കളിക്കുക. അതിനൊപ്പം ഇന്ത്യൻ താരമായിട്ടുള്ള ഹർമൻജോത് കബറയും ആയിരിക്കും കളിക്കുന്നത്. ഇനി ലെഫ്റ്റ് വിങ്ങിൽ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ ഉദാന്ത സിംഗും, സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിൽ ഡിമാസ് ഡെൽഗാഡോവും ഏക സ്ട്രൈക്കറായിട്ട് മിക്കുവുമായിരിക്കും കളിക്കുന്നത്. ഏതായാലും ISL 5ാം സീസണിലെ ചാമ്പ്യന്മാരെ നമുക്ക് നാളെ അറിയാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. നാളെ 7:30-ക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അബീബ് അഷ്റഫ് ഫാൻ സൈനിങ് ഓഫ്.